കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിൽ പണം നിൽക്കാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വീടിന്റെ ഇതെടുക്കുമ്പോൾ ഒരു പ്ലാനിലേക്ക് പോകാം. നമുക്ക് ഈ വരയ്ക്കുന്ന ഓരോ ഗ്രിഡും ഓരോ വീടായിട്ട് കണക്കാക്കുക. ഇതിന്റെ ദിക്കുകൾ തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, ബ്രഹ്മസ്ഥാനം. ഇതിൽ പൈസ നിൽക്കാത്തതിൻ്റെ 3 കാരണങ്ങൾ പറയാം. നിങ്ങളുടെ വീട് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ പൈസ നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീടിനെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, അതായത് ഈ ഭാഗം നിങ്ങൾക്ക് റൂമുകളില്ലാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസ നിൽക്കത്തില്ല. അതല്ല, നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഭാഗമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിലും പൈസ നിൽക്കത്തില്ല. എന്താണ്, ഇത്രയും കൂടെ വന്നാലേ വീട് സ്ക്വയർ ആകത്തുള്ളൂ. അപ്പോൾ എന്നാലും കന്നിമൂല മിസ്സിങ് ആയിട്ടുണ്ട്, എന്നാലും വീട്ടിൽ പൈസ നിൽക്കത്തില്ല. അപ്പോൾ വാസ്തുവിൽ എന്താ പറയുന്നത്, വടക്ക് കിഴക്ക് ഭാഗത്തുനിന്നിട്ട് എനർജി വന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ കന്നിമൂല ഭാഗം മിസ്സിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൈസ നിൽക്കത്തില്ല. ഇത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പൈസ നിൽക്കാത്തതിൻ്റെ കാരണം ഇതാവാം. അതല്ല, നിങ്ങൾ 2 നില വീടാണ് വെച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിൽ തെക്ക് പടിഞ്ഞാറുണ്ട്, കിഴക്ക് ദർശനമുള്ള വീടാണ്. എലിവേഷൻ കിട്ടാൻ വേണ്ടി കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ചെയ്തു, കന്നിമൂല ഒഴിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഇത് സംഭവിക്കാം. അടുത്തത്, നിങ്ങളുടെ വീട് വെച്ചപ്പോൾ നിങ്ങളുടെ വഴി ഈ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിനകത്താണ് നിങ്ങളുടെ വഴി വന്നിരിക്കുന്നത്. അത് പടിഞ്ഞാറ് നിന്ന് കയറുന്നതോ തെക്കിൽ നിന്ന് കയറുന്നതോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, കന്നിമൂലയാണ് ഓപ്പൺ ആയിരിക്കുന്നത്, പൈസ വിട്ട് നിൽക്കത്തില്ല. അടുത്തത്, നിങ്ങളൊരു വീട് വെച്ചപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വന്നിരിക്കുന്നത് കന്നിമൂലയിലാണ്, എങ്കിലും വീട് പൈസ നിൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഡോർ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഇതാണ് മൂല. അപ്പോൾ പറയുന്നത് കന്നിമൂലയിലാണല്ലോ മെയിൻ ഡോർ, പിന്നെ എങ്ങനെ പൈസ നിൽക്കും? അല്ലല്ലോ, കന്നിമൂല ഇതല്ലേ സാറേ? അല്ല, ഈ വീടിൻ്റെ 8 ഭാഗം കന്നിമൂലയാണ്. അപ്പോൾ ഈ മൂലയിൽ ഡോറ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അതേ ബുദ്ധിമുട്ട് ഈ ഭാഗത്ത് എവിടെ വന്നാലും ഡോറ് വന്നാലും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുന്നത്, കന്നിമൂല മിസ്സിങ് ആവുക, മുകളിൽ കന്നിമൂല ഒഴിച്ചിട്ട് പണിയുക, വസ്തുവിൻ്റെ കന്നിമൂലയിൽ ഗേറ്റ് വരിക, വീടിൻ്റെ കന്നിമൂലയിൽ മെയിൻ ഡോറോ മറ്റു ഡോറുകളോ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറുകളോ ഉണ്ടാവുക. ഇതെല്ലാം പൈസ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള കാരണങ്ങളാകാം. ഈ ഭാഗത്ത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ബെഡ്റൂം എല്ലാം വന്നിരിക്കുന്നത്, ഇവിടെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഇവിടെ എല്ലാം അടച്ചു കെട്ടി, അവിടെയല്ല നിങ്ങളുടെ വഴി. അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഈ ഭാഗത്തൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഈ പൈസ നിൽക്കാതെ ഭയങ്കര പൈസ ചെലവും കടബാധ്യതയിലേക്ക് പോകാനുള്ള കാരണവും ഉണ്ടാവും. ഇത് രണ്ടും ഇവിടെ ഇല്ല, സെപ്റ്റിക് ടാങ്കും ഇല്ല, ഇവിടെ ടോയ്ലറ്റും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കിണറുണ്ട്, എങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഇവിടെ എല്ലാം പക്കയാണ്, വാസ്തുപ്രകാരം നോക്കിയെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കടബാധ്യത കൂടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ പ്രധാന വാതിൽ ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന നക്ഷത്രം 25 ആണെന്ന് കരുതുക. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ. ഈ 25 എന്ന് എങ്ങനെ കരുതണം? ഇത് വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്താലേ അറിയാൻ പറ്റും. മറ്റേ 2 എല്ലാ കാര്യങ്ങളും ഞാനിപ്പം ഈ പ്രോഗ്രാമിൽ പറയുമ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഫ്ലൈങ് സ്റ്റാർ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. അത് അതിൻ്റെ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം, അതിൻ്റെ നക്ഷത്രങ്ങൾ, അങ്ങനെ എല്ലാം നോക്കിയാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം ഈ ഭാഗത്താണ് നിങ്ങളുടെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന നക്ഷത്രം 25 ആണെങ്കിലും ഇത് ടോട്ടൽ ലോസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പം നമുക്ക് ടോട്ടൽ ലോസ്, വീട്ടിൽ പൈസ വന്നാൽ നിൽക്കില്ല, എൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്ന്, കന്നിമൂലയിൽ ഉണ്ടാകുന്ന വിഷയം.
കന്നിമൂലയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാവാം? ഇവിടെ മെയിൻ ഡോർ ഉണ്ടാവാം, ഇവിടെ ഗേറ്റ് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ ഈ ഭാഗത്ത് പിന്നെ 5 വന്നാൽ അത് പ്രശ്നം ഉണ്ടാവാം. ഇപ്പൊ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസിൽ എവിടെ 5 വന്നാലും അത് ടോട്ടൽ ലോസിലേക്ക് കൊണ്ടുപോകും. ഇവിടെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടറിന്റെ കുഴി, ടോയ്ലറ്റ് എന്നിവ വന്നാലും പൈസ നിൽക്കത്തില്ല. അപ്പൊ ഈ കാരണങ്ങളെല്ലാം സമ്പത്ത് നിൽക്കാത്തതിന്റെ കാരണങ്ങളാവാം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പിന്നെ ചില ടൂൾസുകളിലേക്ക് പോവാം. കുറച്ച് സ്റ്റോൺസ് പരിചയപ്പെടുത്താം. ഓരോ സ്റ്റോൺസും നമുക്ക് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ കാണിക്കുന്ന ഓരോ ടൂളുകളും നമുക്ക് കൺസൾട്ട് ചെയ്തും വർക്ക് ചെയ്തൊക്കെ റിസൾട്ട് വന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു ഗ്രീൻ ജേഡ്, ഇത് ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് കർണേലിയൻ്റെ ബ്രേസ്ലെറ്റ്, ഇത് നമുക്ക് തൊഴിൽ നേടാനായിട്ട് ഉപയോഗിക്കാം. അടുത്തത് വൈറ്റ് ക്രിസ്റ്റൽ, ഇത് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഉപയോഗിക്കാം. പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുത്ത് എഴുതാനും. ഇത് അമത്യസ്റ്റിൻ്റെ ആണ്. അമത്യസ്റ്റ് വന്നിട്ട് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അമത്യസ്റ്റ് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലഹരി വസ്തുക്കളിൽ നിന്ന് സ്വയം മോചനം നേടാനായിട്ട് നമുക്ക് ധരിക്കാം. അടുത്തത് ടൈഗർ ഐ, എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ധരിക്കാം. ഇതാകുമ്പോഴത്തേക്ക് മൾട്ടി കളർ സ്റ്റോൺസ് ആണ്. ഇത് വെൽത്തിനും എല്ലാത്തിനുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കുള്ള മറ്റൊരു സ്റ്റോൺസ് എന്ന് പറയുന്നത് സിട്രൺ ആണ്. സിട്രൺ എന്ന് പറയുന്നത് സമ്പത്ത് നിലനിൽക്കാനും സമ്പത്ത് നമ്മളിലേക്ക് വരാനും വേണ്ടിയിട്ട് സിട്രൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കാം. അടുത്തത് നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷനായിട്ട് ഈ ബ്ലാക്ക് സ്റ്റോൺ ഉപയോഗിക്കാം. അടുത്തത് ഇതിൻ്റെ പെൻഡൻ്റ് ഉണ്ട്. ഇത് നമുക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാനും ശരീരത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ബ്ലാക്ക് ടൂർമാലിൻ ഉപയോഗിക്കാം. അപ്പം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.